ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗൂഗിൾ പേയിലെ ബിൽസ് ആൻഡ് റീചാർജിനെ കുറിച്ചാണ്. ബിൽസ് ആൻഡ് റീചാർജിനെ കുറിച്ചും അതിലെ ഓപ്ഷൻസിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യാം. വീഡിയോയിൽ പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്തു വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഗൂഗിൾ പേ ഇപ്പോൾ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ഒന്നാണ് ബിൽസ് ആൻഡ് റീചാർജ്. ഗൂഗിൾ പേയിലെ ബിൽസ് ആൻഡ് റീചാർജ് എന്നാൽ നമുക്ക് പേ ചെയ്യേണ്ട ബിൽസ്, അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, പോസ്റ്റ് പെയ്ഡ് സിം ബില്ല്, ക്രെഡിറ്റ് കാർഡ് ബില്ല്, ബ്രോഡ്ബാൻഡ് ബില്ല്, ഈ ബിൽസിൻ്റെ എല്ലാം പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ വഴി പേ ചെയ്യാം. അതുപോലെ ഗ്യാസ് ബുക്ക് ചെയ്യുന്നത്, മൊബൈൽ റീചാർജ് ചെയ്യാനും ഡിഷ് TV റീചാർജ് ചെയ്യാനും ഗൂഗിൾ പേ വഴി നമുക്ക് സാധിക്കും. ഗൂഗിൾ പേയിലെ ബിൽസ് ആൻഡ് റീചാർജ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഗൂഗിൾ പേയിലെ ബിൽസ് ആൻഡ് റീചാർജിലെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ വരുമ്പോൾ ബിൽസ് ആൻഡ് റീചാർജ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ കാണുന്ന സീ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേയ്മെൻറ്റ് കാറ്റഗറീസിന് താഴെയായി മൊബൈൽ റീചാർജ്, ഇലക്ട്രിസിറ്റി, DTH ആൻഡ് കേബിൾ TV, ക്രെഡിറ്റ് കാർഡ്, ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ്, ബ്രോഡ്ബാൻഡ് ആൻഡ് ലാൻഡ് ലൈൻ, പോസ്റ്റ് പെയ്ഡ് മൊബൈൽ എന്നീ ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് നമുക്ക് GPayയിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഈ കാണുന്ന മൊബൈൽ റീചാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന ബോക്സിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ സിം ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഫുൾ ടോക്ക് ടൈം, ഡേറ്റ, സ്പെഷ്യൽ റീചാർജ്, ടോപ്പ് അപ്പ് എന്നീ ഓപ്ഷൻസ് കാണാം. ഞാനിവിടെ ടോപ്പ് അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പേജിൽ എമൗണ്ട് കാണാൻ സാധിക്കും. നമുക്ക് ഏത് എമൗണ്ടിന് റീചാർജ് ചെയ്യണം ആ എമൗണ്ട് സെലക്ട് ചെയ്ത് എമൗണ്ട് പേ ചെയ്ത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇതാണ് GPayയിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഇലക്ട്രിസിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ഇലക്ട്രിസിറ്റി സപ്ലയർ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് പേജിൽ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ബോക്സിൽ നെയിം എൻ്റർ ചെയ്യുക. നെയിം ഇവിടെ ഓപ്ഷനിലാണ്. നെക്സ്റ്റ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. GPayയിലൂടെ ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നെക്സ്റ്റ് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിൽ ഇവിടെ ഗ്യാസ് പ്രൊവൈഡേഴ്സ് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്യാഷ് പേ ചെയ്യാവുന്നതാണ്. GPayയിലെ ബിൽസ് ആൻഡ് റീചാർജ് എന്ന ഓപ്ഷനിലെ മറ്റുള്ള ഓപ്ഷൻസിലെ പേയ്മെൻറ്റ് മെത്തേഡും ഇതേ രീതിയിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ പേയിലെ ബിൽസ് ആൻഡ് റീചാർജിനെ കുറിച്ച് ഡീറ്റെയിലായി നോക്കിയായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്